ഹേ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മളിന്ന് രണ്ട് പരിപാടി ചെയ്യാൻ പോവാണ്. അതായത് ഒന്ന് കേക്ക് റിവ്യൂ. സോ ഗൈസ്, ക്രിസ്മസിന് ഏതാണ് ബെസ്റ്റ് കേക്ക്, അതായത് എൻ്റെ ഏരിയയിൽ കിട്ടുന്ന ഒരുവിധം നല്ല ബെസ്റ്റ് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പൂപ്പൻ്റെ താടി തൊഴിയുന്നുണ്ട് കേട്ടോ. സോ ബിൽ ഓക്കെ, 1 2 3 4 ഓക്കെ 4. അടുത്ത് 1 2 3 4. സോ ഗൈസ്, 8 കേക്കുകളാണ് ഗൈസ്, 8 ഐറ്റം കേക്കുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. സോ 8 ഐറ്റംസ് കേക്ക് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് കാണാം. ഇവിടെ ഈ ഒരു നമ്മുടെ, അതായത് എൻ്റെ ഒരു വീടിൻ്റെ ഏരിയയുടെ ലൊക്കാലിറ്റിയിൽ കിട്ടാവുന്നത് വെച്ച് ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള 2 കടകളിലെന്നാണ് ഞാനിപ്പോൾ സാധനം വാങ്ങിച്ചിട്ടുള്ളത്. അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല അടിപൊളി കേക്കുകളാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ സാധനം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഹേ ഗൈസ്, അപ്പോൾ കേക്ക് റിവ്യൂ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഫോർക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട്, പുതിയ ഫോർക്കും ഗൈസ്, ന്യൂ. സോ നമുക്ക് ഈ ഒരു കേക്ക് ആദ്യം റിവ്യൂ നടത്താം. ഇത് വാങ്ങിയത് വിസ്മയ ബേക്കറി എന്നാണ് കേട്ടോ. അപ്പോൾ സൈഡ് പൊളിഞ്ഞു പോകാതിരിക്കാനാണോ എന്തിനാണെന്ന് അറിയത്തില്ല, ഒരു കവർ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ബാക്കി വെള്ളം വരുന്നു ഗൈസ്. സോ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇവിടെ എന്തൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിവേ ഫസ്റ്റ് ആദ്യം ചെറിയൊരു പീസ് കഴിച്ചു നോക്കാം. ഓക്കെ, അടിപൊളി ഗൈസ്, കിടിലൻ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. വേറെ ലെവൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാനിവിടെ എഴുതി കാണിച്ചേക്കാം. പേരും ഈ ഒരു പീസിൻ്റെ പ്രൈസും പിന്നെ ഒരു കേക്ക്, അതായത് 1 കിലോയുടെ ഒരു കേക്കിൻ്റെ പ്രൈസും. ഓക്കെ, കാര്യം 7 പീസ് ആയതുകൊണ്ട് മറന്നുപോയി ഗൈസ്, അതുകൊണ്ടാണേ. ഇവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതിലാണോ എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ എന്തോ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പോന്നെ മാറുകയില്ല, ഒന്നും പറയാനില്ല. എങ്ങനെ ആയാലും 1 കിലോയ്ക്ക് 1000 രൂപയ്ക്ക് പുറത്താവും ഈ സാധനം. 1000 1000 പൈസ നഷ്ടമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. ഇതിലായിട്ട് നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ കോഫി കേക്ക് എന്ന് പറഞ്ഞ ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച കേക്കാണ്. സോ ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഇതെല്ലാം ഞാൻ, അതായത് എല്ലാ കടകളിലും ഞാൻ എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിയ സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഞാൻ കഴിച്ചതിന് ശേഷം കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും. ഓക്കെ, ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. ഓക്കെ, കാര്യം മറന്നുപോയി. ഓരോ പീസും 65 രൂപ തൊട്ട്, അതായത് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് 65, ബാക്കിയുള്ളത് 100 120 രൂപ വരെ ഒരു പീസിന് കൊടുത്ത കേക്കുണ്ട്. സോ 1 കിലോയ്ക്ക് ഏകദേശം 1200 രൂപ പ്രൈസ് വരുന്ന കേക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കേക്ക് നോക്കുകയാണെങ്കിൽ മുകളിൽ കുറച്ച് ജെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തേനൂല ഉണ്ട്. ഇതെന്തുവാ, എന്ത് സാധനം ഈ പിടിയിട്ടില്ല. എനിവേ നമുക്ക് കഴിച്ചു നോക്കാം. പൊന്നളിയാ, വൈനോ റമ്മോ ഒഴിച്ചിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നിയതാണെന്ന് അറിയത്തില്ല. കിടിലായിട്ടോ. നമുക്ക് ഈ ഒരു സൈഡും കൂടി ഒന്ന് നോക്കാമേ. ഓക്കെ, മാരക കിട്ടും ഗൈസ്. ഒന്നും പറയാല്ല, ഇതിലായിട്ട് ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടുത്തത് എടുക്കാം. അതില്ലെങ്കിൽ എല്ലാ ടേസ്റ്റും കൂടെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തതും കോഫി കേക്കിൽ നിന്ന് വാങ്ങിച്ച കേക്ക് തന്നെയാണ്. സോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ വെള്ളയപ്പം ഉണ്ടല്ലോ, അതായത് വെള്ളയപ്പം അല്ലേ, എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഓരോ ഏരിയയിലും ഓരോ ഇതായിരിക്കും. നമ്മളെ റംസാനൊക്കെ
മുസ്ലിം ഫ്രണ്ട്സ് ഉള്ളവർക്ക് അറിയാം, അവിടെ നിന്ന് കൊണ്ടുവരും അതേപോലെ ഉണ്ട് കണ്ടപ്പോൾ അതിൽ ചോക്ലേറ്റ് ഒഴിച്ചതുപോലെ. നൈസ്. ഓക്കെ, നൈസ് വൺ. ഓക്കെ ഗൈസ്, എൻ്റെ പൊന്നെ ഒക്കെ മധുരം ഇല്ല. വേറെ ലെവല്, നല്ല ടേസ്റ്റ് ഉണ്ട്, പൊളിയായിരുന്നു ഗൈസ്. എല്ലാം വേറെ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടില്ല കേക്ക് എന്ന് പറഞ്ഞാൽ കിട്ടില്ല കേക്ക്, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞാണ്. ഓക്കെ, സോ ഗൈസ് അടുത്ത കേക്ക്, അടുത്തതും കോഫി കേക്ക് തന്നെയാണ്. സോ ഇത് ടെൻഡർ കോക്കനട്ടോ അങ്ങനെ എന്തോ പേര് പറഞ്ഞു. കാണുമ്പോൾ തന്നെ വെറൈറ്റി ആയിട്ടുണ്ട്, ബദാം സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. എനിവേ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കരിക്ക് ഗൈസ്, കരിക്കിൻ്റെ രുചി, കരിക്കിൻ്റെ പീസ് ഉണ്ട് ഗൈസ് ഇതിൽ. ഈ ഒരു പീസ് ഉണ്ടോ, കരിക്കിൻ്റെ പീസാണ്. പൊളി സാധനം ഗൈസ്. ഈ സൈഡിൽ നിന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആപ്പിൾ വെച്ചപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഗൈസ്. ഗൈസ് ഇത്ര സമയം കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്. പൊളി സാധനം, ഒന്നും പറയാനില്ല, വേറെ ലെവലായിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ഓക്കെ ഓക്കെ, ബൈ ഗൈസ്. ഇതും കോഫി കേക്കിൽ നിന്ന് വാങ്ങിച്ചൊരു കേക്കാണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1 കിലോയ്ക്ക് 1200 അങ്ങനെ തോന്നും. ഓക്കെ, നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. മധുരം കഴിച്ച് ഇതെല്ലാം കൂടെ കഴിച്ച് ഞാൻ ഷുഗറൊന്നും ചാവുമല്ലോ. അടുത്ത ഈ സൈഡ് നോക്കാമേ, എന്ത് സാധനം. പേടയാണെന്ന് തോന്നുന്നു ഗൈസ്. പേട ഉണ്ടല്ലോ, പാൽപ്പേട, അതിൻ്റെ ചെറിയ കട്ടികളാണ് ഈ ഇരിക്കുന്നത്. പൊന്നളിയ ഇടിവെട്ടതാണ്. പാൽപ്പേട മുത്തും എല്ലാം കൂടെ ഉണ്ടല്ലോ, ഗ്രില്ലൻ ടേസ്റ്റ്, ഒന്നും പറയാനില്ല, വേറെ ലെവൽ ഐറ്റം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗൈസ് ഈ കേക്കിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ഇത് വിസ്മയെന്ന് വാങ്ങിക്കണം. ഓക്കെ, കാര്യം ഇതിൽ കവറുണ്ട്. വായോ ക്രീമും കൊണ്ടുപോയി ഗൈസ്. അങ്ങനെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച ക്രീം ഞാൻ കളയില്ല. ഓക്കെ ഗൈസ്, ഇതാണ് കേക്ക്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, മൊത്തത്തിലൊരു കോഫി, ചോക്ലേറ്റിൻ്റെ ആയതുകൊണ്ടായിരിക്കാം സൈഡ് കോഫി. അത് നേരത്തെ ഞാൻ പറഞ്ഞില്ല, പാൽപ്പയുടെ അതേപോലത്തെ ചെറിയ ചെറിയ കോഫിയുടെ ഐറ്റം ഇതിലുണ്ട് കേട്ടോ. ഓ
എൻ്റെ പൊന്നെ, വൈറ്റ് ക്രീം അതിൻ്റെ കൂടെ കോഫി കൊള്ളാം, ഇട്ടിപ്പെട്ടുന്നതാണ്. പക്ഷേ എനിക്ക് നേരത്തെ കഴിച്ച കരിക്കിൻ്റെ രുചിയുള്ളതാണ് ഇഷ്ടപ്പെട്ടത്. അത് വേറെ ലെവല്. ഓക്കെ, അടുത്ത വീഡിയോ. ഇത് വിസ്മയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, നമ്മുടെ സാധാരണക്കാരുടെ ബ്ലാക്ക് ഫോറസ്റ്റ്. ഓക്കെ, ബ്ലാക്ക് ഫോറസ്റ്റ് ചെറിയൊക്കെ വെച്ചിട്ടുണ്ട്. ലൗലിക്കാണ് ചെറി ഗൈസ്, ചെറി. കുരുവുണ്ട് ചെറിയ. ഓക്കെ, ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ടേസ്റ്റ് സാധാരണ എല്ലാവരും കഴിക്കുന്ന സാധനം തന്നെയാണ്, എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. എന്നാലും വിസ്മയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ചെറിയ പീസ് മതി, കാര്യം എല്ലാം കൂടെ കഴിച്ച് കിളി പോയില്ലെങ്കിൽ ഏട്ടൻ പാടാ. ഓക്കെ, നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ് പക്ഷേ ലോക്കൽ കടയിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റ് അല്ല. നല്ല ക്രീമൊക്കെ ഇട്ട് നല്ല സ്റ്റാൻഡേർഡ് ആക്കി ഉണ്ടാക്കിയ ഒരു ഫീലുണ്ട്. കൊള്ളാം. ഇത് ഓവർ പഞ്ചസാര ഇട്ട് അങ്ങനത്തെ ഒരു മധുരം ഫീൽ ചെയ്യുന്നില്ല. നൈസ് സ്റ്റാൻഡേർഡ് ഐറ്റം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ. ദ വൺ ആൻഡ് ഓൺലി വൈറ്റ് ഫോറസ്റ്റ്. സാധാരണക്കാരുടെയും പണക്കാരുടെയും ഇഷ്ടവിഭവമായ വൈറ്റ് ഫോറസ്റ്റ്. ഇത് വാങ്ങിയത് വിസ്മയിൽ നിന്ന് തന്നെയാണ്. ഓക്കെ ഓക്കെ അപ്പോൾ കവറെടുത്ത് കളഞ്ഞു. ചെറി ഇരിപ്പുണ്ട്. ഗൈസ്, ചെറി വാ, ചെറിയ സീന്. വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് പാൽപ്പയുടെ ആണെന്ന് തോന്നുന്നു. ഒരു സാധനം ഒരു ചെത്തി ഇട്ടിട്ടുണ്ട്. യാ, പാൽപ്പേട. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. കാരണം ക്രീമുണ്ട്. ഓമ്പോ. ഓക്കെ, എന്താ പോന്നെ, വേറെ ലെവലായിട്ട് ഒന്നും പറയില്ല. ഉഗ്ര. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അതായത് ക്രിസ്മസ് ആയിട്ടില്ല, ഇനി ഏകദേശം ഒരു 10 ദിവസങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും ഈ ഒരു വീഡിയോ വരുന്നത്. സോ ക്രിസ്മസ് ആണ്, എല്ലാവരും അടിച്ച് പൊളിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് കേക്ക് റിവ്യൂ എവർ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം കൂടി സെറ്റാക്കുക, പവറാക്കുക. നിങ്ങളെ കണ്ടാലേ എനിക്ക് വല്ലതും കിട്ടൂ. കേക്ക് വാങ്ങിച്ചതിൻ്റെ പൈസയെങ്കിലും മുതലാവണ്ടേ ഗൈസ്. അപ്പോൾ അടുത്ത റിവ്യൂവിൽ കാണാം. അടുത്ത് നാളെ വരാൻ പോകുന്ന ഒരു കിടിലം ക്രിസ്മസ് കരോളാണ്. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത, കേരളത്തിൽ ഇതുവരെ പലരും ചെയ്തിട്ടുണ്ട്, മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ യൂട്യൂബിൽ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു കിടിലം കരോളാണ് ഗൈസ്. അതിലുള്ളതാണ് നിങ്ങൾ സ്റ്റാർട്ടിങ് കണ്ട മുഖം മൂടി ഉണ്ടല്ലോ, അതുമല്ല. സോ കരോൾ വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.